നമ്മുടെ കേരളത്തിലോ കുടകിലോ മംഗലാപുരത്തോ ഇന്ന് കാണുന്ന ഒരു ഹിന്ദു ഇതിൻ്റെ ഇരയല്ല. കേരളത്തിലുള്ള ഒരു ഹിന്ദുവിനും ഇതുകൊണ്ട് എന്ത് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്? ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ പൂർവികരെ മതം മാറ്റിയിട്ടില്ല, അവരുടെ പൂർവികരായിട്ടുള്ള സ്ത്രീകളെ നിർബന്ധമായി പിടിച്ച് മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തിട്ടില്ല, അവരെ കൊണ്ട് പശുമാംസം തീറ്റിച്ചിട്ടില്ല, അവരെ കൊല്ലുന്നിട്ടില്ല. സത്യത്തിൽ ആരാണ് ഇതിൻ്റെ ഇര? ടിപ്പുവിൻ്റെ കേരള ആക്രമണത്തിന്, ടിപ്പുവിൻ്റെ പടയോട്ടത്തിൻ്റെ ഇര കേരളത്തിലെ മുസ്ലിങ്ങളാണ്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ പൂർവികരെയാണ് ടിപ്പു നിർബന്ധിത മതപരിവർത്തനം നടത്തിയത്. അവരെയാണ് സൈനികരെ കൊണ്ട് ബലാത്സംഗം ചെയ്യിപ്പിക്കുകയും അവരെയാണ് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുകയും സ്ഥലം മാറ്റുകയും ക്രൂരമായി ജയിലിടുകയും ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഒരു ഹിന്ദുവിനെ അല്ല, കേരളത്തിലെ മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിൽ ടിപ്പുവിന്റെ ആക്രമണത്തിന്റെ ഇര. അത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുസ്ലിങ്ങളാണ്. ഈ ടിപ്പുവിന്റെ കാര്യം കേൾക്കുമ്പോൾ വർഗീയമാണ് എന്ന് തോന്നുന്നവർ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഇരകളാക്കപ്പെട്ട ആളുകളാണ് ടിപ്പുവിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് ഇത് വർഗീയതയല്ല എന്ന്, ഇതൊരു ചരിത്ര സത്യമാണ് എന്നും അക്സെപ്റ്റ് ചെയ്തിട്ട് ടിപ്പു ആക്രമണം നടത്തി, ടിപ്പു കേരളം ആക്രമിച്ചു എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കേരളത്തിലെ ഒരു മുസ്ലിമിന് എന്ത് നഷ്ടമാണ്? അല്ലെങ്കിൽ ടിപ്പു കേരളം ആക്രമിച്ചു എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് എനിക്ക് കേരളത്തിൽ എൻ്റെ ഒപ്പം ജീവിക്കുന്ന ഒരു മുസ്ലിമിനോട്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തായ ഒരു മുസ്ലിമിനോട് എന്ത് വിരോധമാണ് തോന്നുന്നത്? ടിപ്പു ഒരു ഐഡിയോളജി പിന്തുടർന്നു, അയാളത് പിന്തുടർന്നതിന്റെ പേരിൽ കേരളം ആക്രമിച്ചു, ക്ഷേത്രങ്ങൾ തകർത്തു. പെഹൽഗാമിൽ ആളുകളുടെ മതം നോക്കി അവരെ വെടിവെച്ചു കൊന്നു, ഒരാൾ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നത് കൊണ്ട് കേരളത്തിലെ ഒരു മുസ്ലിമിന് എന്താണ് അതിൽ വിഷമിക്കാനുള്ളത്? ഞാനും അയാളും അല്ലെങ്കിൽ നമ്മളൊക്കെയും നമ്മുടെ രാജ്യത്തെ ഓർത്ത്, അല്ലെങ്കിൽ അത് ആ ആക്രമണം നേരിടേണ്ടി വന്ന മനുഷ്യരെ ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ടു അല്ലേ? അതേപോലെ തന്നെ ടിപ്പുവിന്റെ ആക്രമണം നേരിട്ട മനുഷ്യരെ ഓർത്ത് നമ്മളൊക്കെ സങ്കടപ്പെടുന്നു. അതിനപ്പുറം ഈ ഒരു മതഭ്രാന്തനെ പിന്തുണയ്ക്കേണ്ട കാര്യം കേരളത്തിൽ ഇത് മനസ്സിലാകുന്ന ഒരു ഹിന്ദുവിനും ഒരു മുസ്ലിമിനും ഒരു ക്രിസ്ത്യാനിക്കും ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് ഇത് വർഗീയത അല്ല എന്നും ചരിത്രം വ്യക്തമായിട്ട് പറയുന്നതാണ് എന്നും ആളുകൾക്ക് മനസ്സിലാകും. അതാണ് മനസ്സിലാക്കേണ്ടത്.